നമസ്കാരം. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് ഇടുക്കിയുടെ കർത്തമുത്ത് എന്ന് എനിക്ക് പറയാൻ അവകാശമുണ്ട്. ഞാൻ ഇടുക്കിക്കാരനാണ്. എനിക്ക് ദീർഘകാല ബന്ധമുള്ള നമ്മുടെ മണിയാശാന്റെ അടുത്താണ്. മണിയാശൻ, നമസ്കാരം. നമസ്കാരം. ഒത്തിരിയായി നമ്മൾ കണ്ടിട്ട്. അത് ശരിയാ. അത് ശരിയാ. എന്തുണ്ട് വിശേഷമൊക്കെ? എന്നാ വിശേഷം? നിയമസഭ ഒക്കെ എങ്ങനെ പോകുന്നു? നിയമസഭ ബില്ല് നിയമം ഇങ്ങനെയൊക്കെ പോകുന്നു അല്ലേ? ഈ ഇടയ്ക്ക് മണിയാശാനെ തേടി വരാനുള്ള കാരണമുണ്ട്. ഇടയ്ക്ക് കുറച്ച് ദിവസമായിട്ട് മണിയാശാൻ ഭയങ്കര വൈറലായിട്ട് നിൽക്കുക കുറെ കാര്യങ്ങളുമായിട്ട്. ഒന്ന് വൈറലായിട്ട് എനിക്ക് മണിയാശാൻ 5 പെൺമക്കളുള്ള ഒരച്ഛനാണ്. അതെനിക്കറിയാം. അല്ലെ? പെൺമക്കളെ ഇഷ്ടപ്പെടുന്ന, സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ എനിക്കറിയാവുന്നതാണ്. സ്ത്രീകളില്ലെങ്കിൽ നമ്മളുണ്ടോ? അതെ അതെ. അമ്മമാര് പ്രസവിക്കുന്നില്ല നമ്മളെ. അതെ അതെ. പുരുഷന്മാര് ജനനത്തിന് ഇത് കാരണക്കാരാകുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഗർഭധാരണം നടത്തി 10 മാസം ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നല്ല അമ്മമാരല്ലേ, സ്ത്രീകളല്ലേ. അപ്പം അവരെ സമൂഹത്തിന്റെ ഭാഗം അവരെ ഒഴിവാക്കാനൊന്നും ഒരു കാരണവശാലും ആർക്കും കഴിയില്ലല്ലോ. നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളായി, സഹോദരിമാരായി, പിന്നെ വിവാഹം കഴിച്ചു, ഭാര്യയായി, കുട്ടികളായി, ഇങ്ങനെയൊക്കെയല്ലേ കുടുംബം മുന്നോട്ട് പോകുന്നത്. അതെ. അപ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ടും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത അമ്മ എന്ന് പറയുന്ന ഒഴിവാക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. അത് പിന്നെ എന്താണ് മണിയാശൻ സ്ത്രീ വിരുദ്ധനാണ്, സ്ത്രീ വിരോധിയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ആ ഓട്ടോ പറയുന്നത് എന്നെ അറിയാൻ മേലാത്തൊരു വിഡിത്തം പറയുന്നത്. അല്ല, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലായിരുന്നു അതൊക്കെ ഉണ്ടായത്. അപ്പൊ തിരിച്ചു ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയാന്ന് പറയാൻ തോന്നില്ല ഒരു ചർച്ചയില്. അത് ചില ആളുകളുണ്ട്, എന്നോട്ടാ ഞാൻ സ്ത്രീ വിരുദ്ധനാണെന്നുണ്ടോ? എന്നെ അമ്മ പ്രസവിച്ചതല്ലേ, അമ്മ പാലൂട്ടിയതല്ലേ, അതെ, അമ്മ വളർത്തിയതല്ലേ, അതെ. എനിക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ, അതെ, അതും 5 പെൺപിള്ളേരേ ഉള്ളു എനിക്ക്. ഞാൻ എങ്ങനെയാ സ്ത്രീവിരുദ്ധനാകുന്നത്? സ്ത്രീവിരുദ്ധനൊന്നുമല്ല, ചില കാര്യങ്ങൾ നമ്മൾ പറയും, തുറന്നു പറയും, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ സ്ത്രീവിരുദ്ധനാകുന്ന എങ്ങനെ? സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ അതിപ്രധാനമല്ലേ? ജന്മം നൽകുന്നത് അവരല്ലേ. പുരുഷനുള്ള പങ്കെന്ന് പറഞ്ഞാൽ ജന്മം നൽകാൻ കാരണഭൂതനാകുന്നു എന്നുള്ളതേ ഉള്ളൂ. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നത്, ത്യാഗം സഹിക്കുന്ന അമ്മമാരാണ്, സ്ത്രീയാണ്, സ്ത്രീ സമൂഹമാണ്, ഇല്ലേ? ആ സ്ത്രീയെ ഒഴിവാക്കിക്കൊണ്ട് ഏത് സമൂഹം എങ്ങനെ പോകും? അവരെ ബഹുമാനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ചില വാക്കുകൾ മണിയാശാൻ പറയുമ്പോഴും അത് വിവാദത്തിലേക്ക് പോകുന്നു. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് വളച്ചൊടിക്കുന്നതാണോ? ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ലല്ലോ, ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഭാഷ, നമ്മുടേതായ ശൈലി മാറ്റില്ല. ശൈലി അത് മാറുന്നില്ല. അത് മാറിയാൽ മണിയാശാൻ അല്ലാതെ ഞാനാകുകയല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയി അല്ലേ വന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സ്ത്രീവിരുദ്ധനാകത്തില്ല. എന്നെ ഒരമ്മ പ്രസവിച്ചതാണ്. എനിക്ക് സഹോദരിമാരുണ്ട്. എനിക്ക് ആൺകുട്ടികളില്ല, പെൺകുട്ടികളാണുള്ളത്. 5 പെൺമക്കളുടെ പിതാവാണ് ഞാൻ പിന്നെ സ്ത്രീവിരുദ്ധനാകുന്നത് എങ്ങനെ? പറയുന്നത് ഏതോ വിഡ്ഢികളുടെ ലോകത്താണോ പറയുന്നത്? ഇത് അങ്ങനെ ഒരു വിഷയമില്ല, അങ്ങനെ ഒരു വിഷയമില്ല. സ്ത്രീവിരുദ്ധനല്ല, പുരുഷവിരുദ്ധനുമല്ല, രണ്ടുമല്ല. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ, മനുഷ്യ സമൂഹത്തിൻ്റെ, മാനവരാശിയുടെ ഘടകമല്ലേ. സ്ത്രീയും പുരുഷനും ചേർന്നല്ലേ ഈ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. ആദിമകാലത്തെ നമുക്കൊന്ന് സങ്കല്പിക്കാം. ആദിമകാലത്ത് സ്ത്രീയും പുരുഷനും ഇണചേർന്നല്ലേ കുട്ടികളുണ്ടായത്. അങ്ങനെ അത് പെരുകി വന്നോന്നല്ലേ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ പിന്നെ സ്ത്രീ എങ്ങനെ നിഷിദ്ധമാകും? എങ്ങനെ നമുക്ക് വിരോധിക്കാൻ കഴിയും അവരെ? പുരുഷനെ എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ കഴിയും? അപ്പോൾ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അതിപ്രധാനമായ ഘടകമാണ്. സ്ത്രീയും പുരുഷനും ഒന്നായാൽ മാത്രമേ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലാതെ പോവില്ല. സ്ത്രീയും പുരുഷനും, ഞാൻ പറയാം, പുരുഷനില്ലെങ്കിൽ ഈ സന്താനോൽപാദനം നടക്കില്ല. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷൻ തന്നെ ആയാലും നടക്കില്ല. അപ്പോൾ സ്ത്രീയും പുരുഷനും ചേർന്നാണ്
സന്താനോൽപാദനം നടത്തുക. അത് പുരുഷ കുട്ടികളെയും ആൺകുട്ടികളെയും പെൺകുട്ടികൾക്കും ജന്മം നൽകുന്ന അങ്ങനെയാണ് പാരമ്പര്യമായി തന്നെ സമൂഹം, ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു ഘടകത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സ്ത്രീ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് സ്ത്രീ സമൂഹം ആകെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പുരുഷൻ തെറ്റ് ചെയ്തെന്നോട്ട് ആകെ പുരുഷ സമൂഹം തെറ്റാണെന്ന് പറയുന്നതും തെറ്റാണ്. തീർച്ചയായും അങ്ങനൊന്നും എനിക്ക് അതിനോടൊന്നും യോജിപ്പൊന്നുമില്ല. മണിയാക്ഷൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് അത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? പറഞ്ഞ കാര്യം വേണ്ടായിരുന്നു അങ്ങനൊന്നും തോന്നാറില്ല. ഒരു കാര്യം അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. തിരുത്താൻ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അടുത്ത സുഹൃത്തുക്കൾ ലാശാൻ പറഞ്ഞത് വേണ്ടായിരുന്നു ലാശാനെ ചുമ്മാ സൗഹൃദത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതൊക്കെ അന്നേരം പറഞ്ഞത് തന്നെയാണ്. തിരുത്തൂല. അത് പിന്നെ പറഞ്ഞ എന്തെങ്കിലും തിരുത്തണം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ. പിന്നെ അല്ലെ പിന്നെ അതിന് മാത്രം അബദ്ധം പറ്റിയെന്ന് എനിക്ക് തോന്നണം. അങ്ങനെ അബദ്ധം പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ മണിയാക്ഷൻ? അബദ്ധം പറ്റിയതെന്നോ പറയാനൊന്നും അങ്ങനൊന്നും ഇല്ലാന്നോ അങ്ങനെ പറഞ്ഞ് തിരുത്തിയിട്ടില്ലല്ലോ. എൻ്റെ പേര് കേസ്, പൊക്കാറ്, അറസ്റ്റ് ഇതെല്ലാം ഉണ്ടായാലും ഞാനൊന്നും പറഞ്ഞു തിരുത്തിയിട്ടൊന്നുമില്ല. അതൊക്കെ അതൊരു പ്രസംഗം. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നോക്കിയിട്ടുണ്ട്. മാറിയിട്ടില്ല. ഇല്ല അതിന്റെ കാര്യമില്ല. ഈ മണിയാക്ഷനെ തിരുത്താൻ ശ്രമിക്കുന്നവരോട് എന്താ പറയാറുള്ളത്? എന്നെ തിരുത്താൻ ശ്രമിക്കുന്നവർ അവർ പറയും, അവരുടേതായ അഭിപ്രായം പറയും. അപ്പൊ ഞാൻ നമ്മുടേതായ വീക്ഷണങ്ങളും പറയും, തുറന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അവരെ തിരുത്തും. അവരെ തിരുത്തണമെന്നൊന്നും എനിക്ക് ബന്ധമൊന്നുമില്ല. അവർ തിരുത്താൻ ഞാനാരാ? അവർ തിരുത്തണം. ഈ ഓരോരുത്തരും സമൂഹത്തെ പറ്റിയും സാമൂഹ്യ ജീവിതത്തെ പറ്റിയും സഹജീവികളെ പറ്റിയും അവരവരുടേതായ വീക്ഷണവും കാഴ്ചപ്പാടും ഉണ്ട്. തീർച്ചയാണ്. അത് അവർ വെച്ച് പുലർത്തുകയും പ്രകടിപ്പിക്കേണ്ട ഘട്ടം വരുമ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതിനകത്ത് ചിലപ്പം ഗുണവും കാണും, ചില ദോഷങ്ങളും കാണും. ഗുണദോഷ സമ്മിശ്രമാണല്ലോ എല്ലാം. അതെ. ഗുണവും ദോഷവും ഇല്ലാതെ ശരി മാത്രമായ ഒന്നുണ്ടോ? ഇല്ല. ദോഷം മാത്രമായി ഉള്ളതൊന്നുമില്ല. അപ്പം ഗുണവും ദോഷവും എന്ന് പറയുന്നത് സമ്മിശ്രം തന്നെയാണ്. പിന്നെ പരമാവധി നമ്മൾ ദോഷം വരാതെ നോക്കി പ്രവർത്തിക്കുക, പ്രതികരിക്കുക, പോവുക. അതാണ് ശരിയായ വഴി. അതാണ് ആ യാത്രയിലൂടെയാണ് ഇപ്പൊ മണിയാശാൻ. മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത സംഭവങ്ങളാണ് ഗവർണറിൽ നിന്നുണ്ടായിരിക്കുക. ഒന്നാം നയപ്രഖ്യാപന പ്രസംഗത്ത് 1.5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ കേട്ടുകേൾവി നമ്മുടെ ചരിത്രത്തിൽ എൻ്റെ ഒന്നും ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തെരുവിലിറങ്ങുന്നു, പരസ്യമായിട്ട് തെരുവിലിറങ്ങുന്നു. കഴിഞ്ഞ ദിവസത്തെ കൊല്ലത്തേക്ക് അയാളൊരു വൃത്തികെട്ട സാധനമാണെന്നുള്ളതിന് ഇതിനപ്പുറം എന്താ തെളിവ്? ഞാൻ പറയാം, പിള്ളേർ വലങ്ങോട്ട് കാണിക്കുകയെല്ലാം ചെയ്ത് അയാളുടെ പാട്ടിൽ പോകണ്ട, അയാൾക്ക് സെക്യൂരിറ്റി ഏർപ്പാടുള്ളതല്ലേ, അയാൾ അന്നേരം അങ്ങ് ഇറങ്ങുക. അപ്പം ഒരു ഗുണ്ടയുടെ സ്വഭാവം അങ്ങനെയൊക്കെ. തനി ഗുണ്ട രാജഭവനിൽ വഴിച്ചിരിക്കുക. ആരാ? BJP-ക്കാർ. അല്ല പിന്നെ പിള്ളേർ എന്തേലും കോലം കാണിക്കുന്നതെന്നും പറഞ്ഞ് അവരത് ഇങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. പുള്ളിക്ക് സെക്യൂരിറ്റിയും സംരക്ഷണവും എല്ലാം ഉണ്ടല്ലോ. അതിനനുസരിച്ച് പുള്ളി പോകേണ്ട കാര്യമുള്ളൂ. പിള്ളേരോ സിന്ധവാദം വിളിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, അയാളെ ഇത്ര വലിയ ദൈവമാണോ? എല്ലാവരും അംഗീകരിക്കാം, ഭയഭക്തിയോടുകൂടി ഇങ്ങനെ തൊഴുകൊണ്ടിരിക്കുക. അയാൾ വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢി. അവിടെ പിള്ളേർ പ്രതിഷേധിച്ചെന്നിരിക്കുക. അവർ പ്രതിഷേധിച്ച് പോകേണ്ടതുണ്ട്. പുള്ളിക്ക് സെക്യൂരിറ്റി ഏർപ്പാടുള്ളൂ, പുള്ളിക്ക് പോകേണ്ട കാര്യമില്ലേ ഉള്ളൂ. ഞാൻ പറയാം, ഞാൻ മന്ത്രിയായിരുന്നു. ആരെങ്കിലും എന്നെ കരിങ്കുടി കാണിച്ചെന്ന് പറഞ്ഞത് ഞാൻ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഇവര് മുദ്രാവാക്യം വിളിച്ചേക്കണ എത്രയോ മീറ്റർ ഇപ്പറയാണ് പുള്ളി ഇറങ്ങിയത്. വിഷ്വൽ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണുകയും ചെയ്യാമായിരുന്നു. പിന്നെ അത് അയാളൊരു എന്താ പുള്ളിയെ പറ്റി പറയേണ്ടത് എനിക്കറിയില്ല. ഒരു നെറികെട്ട മനുഷ്യൻ, ഒരു കാര്യമില്ല. അത് കേരളം പോലെ സംസ്ഥാനം, ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങളെ കഴിഞ്ഞും വ്യത്യസ്തമാണ്. ഇവിടെ വ്യത്യസ്തമാണ്. അതിവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ നില രൂപപ്പെടുത്തുന്നതിൽ പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, കോൺഗ്രസിനും ചില പങ്കുണ്ടല്ലോ. അല്ലാതെ എങ്ങനെ? അവരുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്തില്ലേ? ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ബാക്കിയുടാനന്ദ സ്വാമികളും എത്രയോ മഹാരഥന്മാർ, വിവിധ ജാതി മതത്തിൽപ്പെട്ടവർ, മുസ്ലിം പണ്ഡിതന്മാര്, ക്രിസ്ത്യൻ പണ്ഡിതന്മാർ, എത്രയോ പേര്. അങ്ങനെയല്ല ഈ കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടത്. അവിടെ എല്ലാം സംഭാവനയില്ലേ? തീർച്ചയായും. ഈ കേരളത്തെ വന്ന് ഈ കോലം കത്തിക്കേണ്ട ഒരു കാര്യം അങ്ങേർക്കില്ല. പിള്ളേർ വല്ലാതെ പരിശോധന ഘടിപ്പിച്ച പുള്ളിയുടെ വഴിക്ക് പോകേണ്ടതിന് പോയത് അന്നേരം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അയാളൊരു 4ാം കല ചരക്കാണ്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചായിരുന്നു. അന്നേരം മുഖ്യമന്ത്രി ഇറങ്ങുക. മുഖ്യമന്ത്രി ഇറങ്ങിയില്ല, DYFI പ്രവർത്തകർ വെച്ച് അങ്ങ് തല്ലിച്ചു.
അത് പള്ളിയാണോ അത് അവര് സ്വയം തല്ലുവന്ന്. ഗൺമാന്മാർ കൊണ്ട് അടിച്ചു നിരപ്പാക്കി. ആ അത് ചെയ്യും. അത് അതല്ലെന്ന് കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയാൽ, ആരെങ്കിലും കോൺഗ്രസ്സുകാരോ BJP-ക്കാരോ കരിങ്കൊടി കാണിക്കാൻ പോയാൽ, പിണറായി വിജയനെ അനുകൂലിക്കുന്ന വലിയ രാഷ്ട്രീയ വിഭാഗം ഉണ്ടല്ലോ, സ്വയം അവര് സംഘടിക്കുമല്ലോ, സ്വയം ശക്തിപ്പെടും, സ്വയം വരും. എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവര് പ്രതിഷേധിക്കും. അത് സ്വാഭാവികമെന്ന്. ഹെൽമെറ്റ് വെച്ചടിക്കും, ചെടിച്ചട്ടി വെച്ചടിക്കും. പിന്നെ അതൊക്കെ ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കും, നടക്കും. പിന്നെ അതുകൊണ്ട് എന്നോടത്ത് അവർ പ്രതിഷേധിക്കരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞില്ല. അവർ പ്രതിഷേധിച്ചെന്നോടത്ത് ഏത് കാര്യം ചെയ്യുമ്പോഴും എതിർ പ്രതികരണവും വരുമല്ലോ, ഉണ്ടാവും. അല്ലാതെ വൺ വേ ആയിട്ട് വല്ലതും നടക്കില്ല. അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ കണ്ടാൽ മതി. അത് പിന്നെ അല്ലാതെ വേറെ രീതിക്ക് കാണണ്ട. എന്ത് അവരിപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കുന്നു, അദ്ദേഹം കരിങ്കൊടി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ആള് കൂടിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരും CPM-കാരും പ്രത്യേകിച്ച് അവരറിഞ്ഞാൽ അവർ കൂടും. അത് ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. അടിയോ അല്ലെ അവര് ഇതിനെ പ്രതിഷേധിച്ച് പ്രകടനം നടത്തും, പ്രതിഷേധിക്കും. മനസ്സിലായില്ലേ? ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ, അങ്ങനൊന്നുമില്ല. ഏറ്റുമുട്ടലുണ്ടായിട്ടില്ല. ഗൺമാനൊക്കെ എന്തുമാതിരി അടിയാ അടിച്ച ആലപ്പുഴയിൽ. അത് ഗൺമാന്മാരുടെ പണി അതല്ലേ. ഏത് പിന്നെ കരിങ്കൊടി കാണിക്കാൻ അടിക്കാനായി കരിങ്കൊടി കാണിക്കുകയും അവരുടെ ജോലി എന്താ? മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകുക, അതിന് വിഘാതമായി വരുന്നതിനെ തടയുക എന്നുള്ളത് അവരുടെ ജോലിയല്ലേ. ചാടി കയറി അടിക്കാം. പിന്നെ ചാടി കയറിയോ അല്ലാതെയോ പതുക്കെയോ ഒന്നും അടിക്കാം. അത് ഒരു കടന്ന കൈയായി പോണേ. അതൊന്നുമില്ല. അത് അവര് ഞാൻ പറയാമെന്ന് മുഖ്യമന്ത്രി ഇപ്പൊ കരുണാകരൻ വരുമ്പോഴാണേലും, ആന്റണി ആയിരുന്നപ്പോഴാണേലും, ഉമ്മൻചാണ്ടി വരുന്നപ്പോഴാണേലും, ഇപ്പൊ പിണറായി വിജയനോ നായനാരോ വരുമ്പോഴാണേലും ആവശ്യമില്ലാത്ത ആളുകൾ, ചെറുപ്പക്കാർ ചിലപ്പോൾ പല പ്രശ്നങ്ങളും വരും. കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞെന്നാൽ ഒന്നെങ്കിൽ പോലീസ് ഇടപെടും, സംഘർഷം ഉണ്ടാകും, അല്ലെ ഇടതുപക്ഷ ജനാധിപത്യം ഈ പറയുന്ന ആളുകളുടെ പാർട്ടിയെ ഒരു പ്രസ്ഥാനമുണ്ട്, ആ ജനങ്ങൾ ആളുകൾ അണിനിരക്കും. അത് സ്വാഭാവികമാണ്. പാർട്ടികൾ തമ്മിൽ അടി ഉണ്ടാകും ചിലപ്പം. ഈ ഉമ്മൻചാണ്ടിയുടെ ഇത് കരിങ്കൊടി കാണിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കും, ഇതൊക്കെ സ്വാഭാവികം. പക്ഷെ ഗൺമാൻ ഇറങ്ങി ഇങ്ങനെ അടിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഗൺമാന്റെ പണി അതന്നെ, അടിച്ചോളൂ. പിന്നെ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാനാ, മന്ത്രിമാർക്ക് ഗൺമാൻ സംരക്ഷണം കൊടുക്കും. പിന്നെ എന്തിനാ കേസെടുത്ത്? സംരക്ഷണം കേസെടുത്തല്ലോ അവർക്കെതിരെ. അത് എടുക്കുമല്ലോ, അതൊക്കെ എടുക്കുന്നു. ഇതുവരെ ഹാജരായിട്ടില്ല. ഇതൊക്കെ പുതിയ ഏർപ്പാട് വല്ലതും ഇതുവരെ ഹാജരായിട്ടില്ല. ഈ കേരളത്തിൽ മുഴുവൻ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന പണിയല്ലേ ഇതെല്ലാം. പണ്ട് മുതൽ കരുണാകരന്റെ കാലം മുതൽ, പട്ടംതാണു പിള്ളയുടെ കാലം മുതൽ, തിരുക്കൊച്ചിയുടെ കാലം മുതൽ നടക്കുന്ന കാര്യമല്ല. വനപ്പള്ളി ഗോവിന്ദമേനോന്റെ കാലം മുതൽ എന്തെല്ലാം കാര്യം നടക്കുന്നു. ഇതൊരു പുതിയ ഏർപ്പാടൊന്നും അല്ല. മണിയാശാന്റെ ജീവിതത്തില് ഈ ഗൺമാന്മാരെന്നല്ല ഇതിന് പറയണ്ട, സെക്യൂരിറ്റി പോകുന്ന മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങില് 20ഓളം ആളുകളുണ്ട്. അവര് വരുന്ന ആ സെക്യൂരിറ്റി വാഹനത്തിൽ ഇറങ്ങി ഇന്ന് വരെ കരിങ്കൊടി കാണിക്കാൻ തല്ലിയത് മണിയാശാന്റെ ഓർമ്മ ഈ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ അത് കാണും, കണ്ടിട്ടുണ്ടോ മണിയാശാൻ? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാര് കാലത്തും അതിലപ്പുറം പോലീസുകാർ വർദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഗൺമാൻ എന്ന് പറഞ്ഞാൽ ഈ ഗൺമാൻ എന്ന് പറഞ്ഞാൽ ഇല്ലെന്നേ, ഒന്നുമില്ല. ഒന്നും തന്നെ പോലീസാ. ഗൺമാനും പോലീസാ. പിന്നെ ഗൺമാൻ എന്ന പേര് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി. അതുകൊണ്ട് ഗൺമാൻ എന്ന് വിളിക്കുന്നു. ഫലത്തിൽ ഇത് രണ്ടും പോലീസിലുള്ളതാണ്. സമ്മതിച്ചു. അവിടെ പോലീസ് വേറെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് നോക്കും ഗൺമാനും നോക്കും, ഇടപെടും. അത് സ്വാഭാവികമാണ്. ഇത് ഇതിനു മുമ്പ് നടന്നിട്ടില്ലേ? പിന്നെ കരുണാകരന്റെ കാലത്ത് എന്തടി അടിച്ചിരിക്കുന്നു. കരുണാകരന്റെ കാലത്ത് പട്ടംതാണു പിള്ളേരുടെ കാലത്ത്, പിന്നെ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ കാലത്ത്, ഇങ്ങോട്ട് പോകുന്ന AJ യോണിന്റെ കാലത്ത്, അങ്ങ് നോക്കിയ PT ചാക്കോയുടെ കാലത്ത്, R ശങ്കറിന്റെ കാലത്ത് ഒക്കെ ഓരോ ഘട്ടത്തിലും ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും വലിയ വെരിപ്പിച്ച് കാണേണ്ട കാര്യമില്ല. അതൊക്കെ അപ്പോഴുണ്ടാകുന്ന ചില സംഭവം പോവും. അതവിടെ വെച്ച് കഴിഞ്ഞു എന്നാണ് മണിയാശാൻ അല്ലേ? പിന്നെ അതിനെ കുറിച്ച് ചർച്ച പോലും വേണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ കാര്യം ചർച്ചയൊക്കെ നടക്കുമല്ലോ, അത് നടത്തിക്കോട്ടെ, ചർച്ചകൾ നടന്നോട്ടെ, പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇന്നേ വരെ ഇങ്ങനെയല്ല നടന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഭരിച്ചപ്പം കരിങ്കൊടി കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ അവിടെ ആ കരിങ്കൊടി കാണിച്ചവരെ നേരിടുകയോ അറസ്റ്റ് ചെയ്യുകയോ അടിക്കുകയോ പിടിക്കുകയോ ചെയ്തിട്ടില്ലേ?
ഇവിടെ കേരളത്തിൽ ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ടുണ്ട്. പുതിയ ഏർപ്പാടൊന്നുമല്ലെന്ന്. അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരെന്ന് പറയുമ്പോൾ അവർക്ക് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. അവരാ ബാധ്യത നിറവേറ്റും. അന്നേരം ചിലർക്ക് തല്ലും പിടുത്തമൊക്കെ കിട്ടും. ഞങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ തല്ലും മേടിച്ചിട്ടുണ്ടല്ലോ, എവിടെയെല്ലാം എന്തായാലും മേടിച്ചിരിക്കുന്നു ഞങ്ങള്. പിന്നെ ഒരു അത്ഭുതം എന്നാ ഇനി ഇപ്പം ഒരത്ഭുതത്തിൻ്റെയും കാര്യമില്ല. ഇത് ഒറ്റ കാര്യമാണ്. അങ്ങനെയാണ് പിന്നെ വഴിയെ പോകുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും തടയാനും ഒന്നും പോകാതിരിക്കുക എളുപ്പമാണ്. മുഖ്യമന്ത്രിയും ഗവൺമെന്റിനോട് എതിരുണ്ടെങ്കിൽ പ്രക്ഷോഭണോ സമരമോ മറ്റു മാർഗം സ്വീകരിക്കാം. അതിനുള്ള മാർഗങ്ങളാകാം. അപ്പം അങ്ങനെ പോണവരോ വഴിക്ക് പോട്ടെ, സമരം ചെയ്യാൻ ഇറങ്ങാതിരിക്കുക, കരികൊടി കാണിക്കാതിരിക്കുക, വേറെ എടമി സമരം ചെയ്യാം. എന്നെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമില്ല. അല്ല, ഇപ്പൊ കരികൊടി കാണിക്കേണ്ടവർക്ക് കരികൊടി കാണിക്കാം. അപ്പൊ ചിലപ്പോ അടി കിട്ടും, അപ്പൊ ചിലപ്പോ പോലീസ് ഇടപെട്ടെന്ന് വരും. പോലീസ് ഇടപെട്ടോണ്ടിരിക്കും, സ്വാഭാവികമാണ്. ഹെൽമെറ്റ് വെച്ച് അടിച്ചുവന്നിരിക്കും, ചെടിച്ചട്ടി വെച്ച് അടിച്ചുവന്നിരിക്കും. ഹെൽമെറ്റ് വെച്ച് അടിച്ചതൊന്നും എനിക്കറിയില്ല. മണിയാശാൻ ഇപ്പൊ എവിടെ അന്ത ചിരിക്കണം, കണ്ടില്ല എന്നുള്ളത് എനിക്ക് ചിരിക്കണം. മണിയാശം ഇതൊക്കെ കണ്ടാണ് ടി വിയില്. എനിക്ക് മണിയാശം ചിരിക്കുമ്പോ എനിക്കും ചിരി വരുവാ. അല്ലാതിരിക്കണേ പോകാതിരിക്കുക എന്നുള്ളത് വഴിയുള്ളൂ. പോകാതിരിക്കുക. അല്ല, എനിക്ക് മണിയാശൻ ചിരിച്ചപ്പോഴാണ് ഹെൽമെറ്റ് വെച്ച് അടിച്ചൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചിരി. അല്ല, ഹെൽമെറ്റ് വെച്ച് അടിച്ചോന്നൊക്കെ നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴേ ഞാനല്ല. ഹെൽമെറ്റ് വെച്ച് അടിച്ച പോലീസ് അല്ല, പിന്നെ ഡിവൈഎഫ്ഐക്കാരാ. ആണോ? അത് പറഞ്ഞില്ല. ഇല്ലില്ല, ആരും പറഞ്ഞും കേട്ടില്ല. ഇല്ലില്ല. നിയമസഭയിലൊക്കെ പ്രസംഗിച്ചപ്പോ പോലും പറഞ്ഞപ്പോ മണിയാശൻ കേട്ടില്ല. ഇല്ലില്ല. അപ്പൊ മുഖ്യമന്ത്രി ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, മണിയാശൻ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി കാണുകയല്ല. മുഖ്യമന്ത്രി വഴിക്ക് പോകുകയല്ലേ. ഇതിവിടെ പോകുന്ന വഴിക്ക് നടക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റും പ്രദേശം 1 കിലോമീറ്റർ അകലെ ചെന്ന് കാണും മുഖ്യമന്ത്രിയും. അത് കഴിഞ്ഞിട്ട് അടി നടന്നേക്കണം. മുഖ്യമന്ത്രി കണ്ടില്ല. അത് ചിലപ്പോ വാസ്തവായിരിക്കാം, പക്ഷെ നമ്മൾ ടി വിയിൽ കണ്ടു. അത് ടി വിക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടാ പിടിക്കാൻ. ഇതുപോലെ നിന്നാലേ കാണാൻ പറ്റുള്ളൂ. അത് നിന്നാലേ അടി കാണാൻ പറ്റുള്ളൂ. അതെ. അതോടൊപ്പം തന്നെ ഏറ്റവും മണിയാശൻ ഇഷ്ടമല്ല എന്ന് തോന്നിയ ഒരു വ്യക്തി കൊണ്ട് ആരായിരിക്കും? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സ്ഥിരം ദേഷ്യവും അങ്ങനെയില്ല. ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വ്യത്യസ്ത അഭിപ്രായം വരും. അങ്ങനെ പ്രസംഗിച്ചപ്പോ മണിയാശാൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച ഒരു പ്രാസംഗികൻ ആരായിരിക്കും നിയമസഭയിലെ? ഞാനോ? മണിയാശാൻ അത് കേട്ടപ്പോ പൊട്ടിത്തെറിച്ചു. അങ്ങനെ പ്രസംഗിച്ച ഒരാൾ ആരായിരിക്കും? അങ്ങനെ പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നുമില്ല. എന്നെ ഇപ്പൊ അങ്ങനെ നോക്കുന്ന ഏറ്റവും ഇഷ്ടക്കേട് തോന്നുന്നത് ഉമ്മൻചാണ്ടിയോടാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നപ്പോഴല്ലേ എന്നെ അറസ്റ്റ് ചെയ്തു. പിന്നെ പുള്ളിയൊക്കെ കൂടാതൊന്നും എന്നെ അറസ്റ്റ് ചെയ്യുകയല്ലോ. പിന്നെ ഇയാളാണ് തിരുവഞ്ചൂരാണ്. പിന്നെ അയാളൊരു മനുഷ്യത്വം ഇല്ലാത്ത ആളാണ് തിരുവഞ്ചൂര. അയാൾ ഒരു ജാടക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് പോയി ഉമ്മൻചാണ്ടിയെ കണ്ടാൽ ആ കേസ് ഒരു പക്ഷെ ഉമ്മൻചാണ്ടി ഇല്ലാതാക്കിയേക്കൊന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ പോവുകയെന്നുള്ളത് എൻ്റെ രാഷ്ട്രീയമാണ്. എന്നോട് അങ്ങനെ പറഞ്ഞവരുണ്ട്, എൻ്റെ പാർട്ടിയിലുള്ളവരല്ലേലും മുഖ്യമന്ത്രി എപ്പോഴും കാണും. അങ്ങനെ കണ്ടാൽ ഒരു പക്ഷേ അദ്ദേഹം അതിനകത്ത് ഇടപെട്ടതിനൊന്ന് എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ പോവുകയല്ലാതെ എൻ്റെ രാഷ്ട്രീയമാണ്. നമ്മുടെ രാഷ്ട്രീയം. പിന്നെ തൂക്കിക്കൊന്നാലും പോവില്ല.